ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വ്ളോഗ് ആയിട്ടുള്ള നിലമ്പൂർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാൻ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണണേ. നമ്മൾ എല്ലാവരും കൂടി അടുത്തൊരു മരുത്തുവ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ കാറിനാണ് കേട്ടോ പോകുന്നത്. ആഷിക്കിൻ്റെ ആഷിക്കിനെ ഞങ്ങൾ എല്ലാരും നോക്കൂ. വെളിച്ചം വിജയിപ്പിച്ചിരിക്കണ്ട എല്ലാരും. ആഷിക്കിനെ ഫേമസ് ആക്കും ഞാൻ. ആഷിക്ക് കാണാത്തവർക്ക് ഞാൻ യൂട്യൂബിലിട്ടുണ്ട്. ഗേസ് അപ്പോൾ നമ്മളെല്ലാ ഗേൾസും കൂടി പാവ ആഷിക്കിൻ്റെ കാറിലാണ് കേട്ടോ വാട്ടർഫോൾസിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള ഒരു ബൈക്കിനൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പാവം നമ്മളെ സഹിച്ച് ഇത്രയും ഗേൾസിൻ്റെ ഒപ്പം ഒരു ബോയ് ആയിട്ട് ആഷിക്ക് മാത്രമുള്ളൂ. പാവക ആഷിക്ക് ഗേസ്. അപ്പോൾ പോണ വഴിക്കിട്ട് നമ്മൾ അവരെ കണ്ടിരുന്നു. നമ്മുടെ കൂടെയുള്ളത് ലിഖിത്താണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വഴി മാപ്പൊക്കെ വെച്ചിട്ട് അവർക്ക് സെറ്റാക്കിയിട്ട് ആഷിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആഷിക്കിൻ്റെ ആ പഴയ വീട്ടിലവിടെ എത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയാണ് ചെയ്തത് കേട്ടോ. ഈ വാട്ടർഫോൾസ് കാണാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോവാതും വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് ആർക്കും തന്നെ വീട്ടിലിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് വന്നെങ്കിൽ പോലും നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജസ്റ്റിൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമുക്ക് തലേ ദിവസത്തെ ഫുഡ് അവിടെയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഈ ഒരു കനാല് പോലത്തെ സംഭവം നമ്മൾ വന്ന വഴിക്ക് മൊത്തം പറയായിരുന്നു. ആ വഴീനെ പറ്റി നിറച്ച് നിങ്ങൾ കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ ചെടികളും മരങ്ങളും എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിൽ കൂടി ഇങ്ങനെ താറൊക്കെ ഓടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ മരങ്ങളാണല്ലോ. അപ്പോൾ രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ വരാനായിട്ട്. ഫുൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതേ അതിലും അമലും അവരും എത്തി. അവർ ബൈക്കിനാണ് വന്നത് ഞാൻ പറഞ്ഞല്ലോ. നമ്മളാണെങ്കിൽ കാറിന് സുഖിച്ചു വന്നു. എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ മരുത വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വഴി ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് ഇല്ലെന്നൊക്കെ. അപ്പോൾ നമ്മൾ അറിയില്ല. നമ്മളപ്പോൾ ഇവിടെ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ആക്ച്വലി, പക്ഷേ ഇവിടെ ഉള്ളവർ അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഗേസ് അപ്പോൾ നമുക്ക് ഈ വാട്ടർഫോൾസിനെ പറ്റി വലിയ അറിവൊന്നുമില്ല കേട്ടോ. പക്ഷേ ആഷിക്കിൻ്റെ സ്വന്തം നാടാണല്ലോ. അപ്പോൾ ആഷിക്ക് വേണ്ടിയിട്ടാണ് ഈ വാട്ടർഫോൾസ് കാണാനായിട്ട് നമ്മൾ വന്നത്. മരുത്തുവ കൊക്കോ വാട്ടർഫോൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇത് ചൂസ് ചെയ്തത്. ഇനി ബാക്കി എന്തൊക്കെ നടക്കുന്നത് നമുക്ക് വഴിയേ കാണാം. കണ്ടോ ഗൈസ്, രസല്ലേ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പോകുന്നത് നല്ല രസമുണ്ട്. അപ്പോൾ അവരൊക്കെ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഞാൻ വെള്ളത്തിന് തണുപ്പുണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. തണുപ്പുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും, അത് വേറെ കാര്യം. അങ്ങനെ ഞാനും വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഹർബറി ആയിട്ട് ഇറങ്ങി. കാരണം നമുക്ക് ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ വാട്ടർഫോൾസിനവിടെ എത്താനായിട്ട് വൈകുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഒരു വലിയൊരു പ്ലാനിങ്ങിന് ശേഷം നമ്മൾ പെട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു ഗൈസ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ മഴ ചതിച്ചു. ആദ്യം ചാറ്റൽ മഴയായിരുന്നു, കുറച്ച് മഴ കൂടി വരാൻ തുടങ്ങി. പിന്നെ പാവം കുറച്ച് കുടകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ബോയ്സ് സഹകരിച്ച് ആ കുടകളൊക്കെ നമുക്ക് കിട്ടി. അവർ കവറൊക്കെ ചൂടി മഴയൊക്കെ നന്നിട്ടാണ് വന്നത് ഗൈസ്. അപ്പത്തേക്ക് നമ്മൾ മരുത വാട്ടർഫോൾസിൽ എത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നടന്നു വരുന്ന വെള്ളമാണ്. നേരത്തെ നമ്മളൊരു കനാല് കണ്ടില്ലേ, അതും അതിൽ നിന്ന് ഒരു പാട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന കാണിക്കുന്ന യൂനസും അപ്പുറത്ത് സാൽമൺ ആണ്. യൂനസിനെ ഇടയ്ക്ക് യുറാനസ് എന്ന് വിളിക്കാറുണ്ട്. സാൽമൺ ഞാൻ അറിയാമല്ലോ, സാൽബിനെയാണ് സാൽമൺ എന്ന് വിളിക്കുന്നത്. ഈ കുട പിടിച്ച് നിൽക്കുന്ന അശ്വിനിയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതേ അതിലൊരു കോട്ടൊക്കെ എടുത്തോണ്ട് എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. ആ കോട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. വണ്ടിയിൽ നിന്നെന്തോ കിട്ടിയെന്നൊക്കെയാണ് പറയണത്. എനിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി ജസ്റ്റിൻ്റെ വീട്ടിൽ പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ഇറങ്ങണോ വേണ്ടോ എന്ന്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം നനയുമല്ലോ ഗൈസ്. നിങ്ങളിറങ്ങല്ലേ? നിങ്ങൾ ഇറങ്ങ എന്നിട്ട് നിങ്ങൾക്ക് ഒരു കൊടയിട്ട് ഇറങ്ങാൻ, ഒറ്റ കൊടയിട്ട് ഇറങ്ങാൻ. അപ്പൊ അതിലറിഞ്ഞില്ലെങ്കിൽ ഒരാളെ കൂടി റെയിൻകോട്ടിൽ കയറാൻ സ്ഥലമുണ്ടെന്നും പറഞ്ഞാൽ നിൽക്കണവരെ വിളിക്കാനായിട്ട്. അത് ഞാൻ ഹെൽമെറ്റ് വെച്ച് നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം അമല്. ഹെൽമെറ്റ് ഇത് ഒറ്റയ്ക്ക് പോയി വിറച്ചിട്ട് വന്നിരിക്കും. പേടിച്ച് വിറച്ചിട്ട് വന്നേക്കോ. എനിക്ക് പേടി അങ്ങോട്ട് പോയപ്പോ എനിക്ക്
ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ അതുൽ ആനയുടെ കാര്യം പറയുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ മരുത്ത് വാട്ടർഫോൾസിലേക്ക് പോകാൻ വേണ്ടി ഇരുന്ന ആ ഒരു വഴി എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് അതുൽ അമ്മലും കൂടി ബൈക്കിനൊന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കുറച്ചുകൂടി ഉള്ളിലോട്ട് ചെന്നപ്പോൾ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, ഫോറസ്റ്റിന് അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നെ അവിടെ ഫെൻസൊക്കെ ഇട്ടിട്ടുണ്ട് ആന വരാതിരിക്കാനായിട്ട്. അപ്പോൾ അത് മൊത്തം ആകെ കണ്ടപ്പോൾ അവർക്ക് ആയിട്ട് പേടിയായി. അതുകൂടാണ് അവിടെ ആന ഇന്നാളെന്തോ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെയുള്ള എന്തൊക്കെയോ ആൾക്കാരൊക്കെ പറയാനായിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ അവർക്ക് പേടിച്ചിട്ടാണ് അവർ തിരിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകാണ്ടിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്കിവിടെ കളിക്കാൻ പറ്റിയില്ല. അത് ലിഖിത്താണ് ഗൈസ് അവിടെ എല്ലാവരെയും വെള്ളത്തിൽ കിടന്ന് കുളിപ്പിക്കുന്നത്. ബോയ്സ് ആണെങ്കിൽ ഫുൾ വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കായിരുന്നു ഗൈസ്. അവർ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഫുൾ വെള്ളത്തിൽ തന്നെയായിരുന്നു എല്ലാവരും. നമ്മളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സൈഡിൽ മാത്രമേ നിന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെ വെള്ളത്തിലേക്കൊന്നും അധികം ഇറങ്ങിയില്ല. നമുക്കിനി ജസ്റ്റ് വീട്ടിലൊക്കെ പോകാനുള്ളതല്ലേ. എന്നാലും ഓൾറെഡി പിന്നെ മഴയൊക്കെ ചെറുതായിട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ കുറേ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വെള്ളത്തിലിറങ്ങി കളിച്ചിട്ട് അങ്ങനെ നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്ന ഹൈ പറയുന്നത് അശ്വിനിയാണ് കേട്ടോ ഗൈസ്. പക്ഷേ വാട്ടർഫോൾസ് കാണാൻ പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റില്ല ഗൈസ്. നല്ല രസമായിരുന്നു, ഫുൾ ഫണ്ണായിരുന്നു ആ ഒരു ഈവനിങ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡി ആയിട്ട് ജസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സൊക്കെ മാറി കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മഴയത്ത് കാലൊക്കെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുക എല്ലാവരും റെഡി ആയിട്ടൊന്ന് വരാനായിട്ട്. എന്നാലും മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ അതേ റെഡി ആയിട്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഇരുട്ടായിട്ട് നമ്മളപ്പോൾ ഇവിടുന്ന് നടന്നാണ് പോകാൻ വേണ്ടി പ്ലാൻ. കുറച്ച് ദൂരമുണ്ട്, കുറച്ച് അത്യാവശ്യം ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട്. എന്നാലും നമ്മൾ എല്ലാവരും കൂടി നടക്കാനായിട്ട് രസമാണല്ലോ, വൈബാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ ജസ്റ്റിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളെല്ലാവരും നടക്കുകയാണ്. യുവനസ് ഗൈസ്, ഈ കുഴിയുടെ പേര് യൂനസ് എന്നാണ് ഗൈസ്. നല്ല വെറൈറ്റി പേരല്ല ഗൈസ്. ഈ കുഴിയുടെ പേര് സാൽമൺ എന്നാണ് ഗൈസ്. സാൽമൺ അല്ല, സാൽവിൻ. ഞാൻ സാൽമൺ എന്ന് വിളിക്കും. ഇത് പ്രിൻസ്, മാമ, അമൽ, പിന്നെ അതുൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഉണ്ട്, വരും. സജിനും എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ബ്ലറായി കുറച്ച് ദൂരമുണ്ട് ജസ്റ്റിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ എനിക്കുന്നു ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തുമായിരിക്കും. അപ്പോൾ എന്ത് കഷ്ടമാണ് ഗൈസ്, എന്നെ ട്രോളൊന്നും ഇവര് എന്നെ ട്രോളാൻ വേണ്ടി ജനിച്ചവരാണ് ഗൈസ്. എന്ത് നമ്മൾ എത്ര മിനിറ്റ് ഉണ്ട് അവിടെ എത്താനായിട്ട് നടന്ന്? എന്റെ പൊന്നോ അത് ഗൈസ് ശരി. എനിക്ക് നമ്മൾ 15 മിനിറ്റിനുള്ളിൽ എത്തുന്നു ഗൈസ്. അപ്പം ഞാൻ നടക്കാൻ പോണു, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ബായ്, ആവശ്യമായിട്ട് കാണാം. അതെ, ഒരു 10 മിനിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ മിക്ക വീടുകളിലും കുറേ പേര് ക്യാരംസ് കളിക്കുന്നുണ്ട് കേട്ടോ. അതും ചെറുപ്പക്കാരൊന്നല്ല, അത്യാവശ്യം പ്രായമുള്ള ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഫണ്ണായിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ നാഷണൽ ഗെയിം ക്യാരം ബോർഡാണെന്ന് തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ രസത്തിൽ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ റോഡ് മൊത്തം ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. അങ്ങനെ വീടുകളിൽ നിന്ന് ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആകെയുള്ള ഒച്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസാരം മാത്രമാണ്. നമ്മൾ ഈ സംസാരിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊക്കെയാണ് റോട്ടിൽ കൂടെ പോണത്. അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഏതാണ് ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ജസ്റ്റിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് കേട്ടോ ഗൈസ് ജസ്റ്റിൻ്റെ വീട്. ആ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കണം, കാണാൻ നല്ല രസമില്ലേ? ആ ഒരു പടർന്ന ചെടിയുടെ ഇടയിൽ കൂടെ ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം നമുക്കിനി ആരെ കാണണം? ജസ്റ്റിനെ കാണണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജസ്റ്റിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നിട്ട് അപ്പോൾ ചേച്ചിനെ കാണില്ലായിരുന്നു. അപ്പോൾ ചേച്ചീനെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ബാൽക്കണിയിൽ കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നു. ജസ്റ്റിന് പിന്നെ ഫുൾ തിരക്കിലായിരുന്നു കേട്ടോ, അതാണ് ജസ്റ്റിനെ വീഡിയോയിലൊന്നും കാണാത്ത. അങ്ങനെ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ചിക്കൻ ബിരിയാണി എൻ്റെ അമ്മലാണ് എൻ്റെ സൈഡിലിരിക്കുന്നത്. നല്ല ഫുഡായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഫുഡ് കഴിക്കുന്നതിൻ്റെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചവിടുന്ന് ഇറങ്ങിയാണ് ചെയ്തത്. ഈ ബാക്കി കാണുന്ന കേട്ടോ ഗൈസ് ജസ്റ്റിൻ്റെ ചേച്ചി, അതിൻ്റെ ബാക്കിൽ ജസ്റ്റിനുണ്ട്. വീഡിയോയിൽ വന്നില്ല എന്നുള്ള ജസ്റ്റിൻ. അതേപോലെ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് എനിക്ക് ആരുടെ ഫേസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. പിന്നെ ഓൾറെഡി ലൈറ്റിൻ്റെ ഗ്ലെയറൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ ചേച്ചിയോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന്. പക്ഷേ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി ഗൈസ്, സോറി, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 5:30-5:45 ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു, തലേ ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞിട്ട്. അത് കല്യാണത്തിൻ്റെ രാവിലത്തെ ദിവസമാണ് നമ്മൾ ഈ പോകുന്നത് ഗൈസ്. ആ സ്കൈ ഒക്കെ നോക്കുക, ബ്ലൂ കളർ അടിപൊളി, നല്ല രസമില്ലേ ഒരു ബ്ലൂ കാണാനായിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ദേവാലഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ വരുന്നൊരു സ്ഥലമാണ് ഈ ദേവാലഹട്ടി എന്ന് പറയുന്നത്. നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു സ്ഥലമാണ് ദേവാലഹട്ടി. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിലെ സോങ് ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ സ്പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ദേവാലഹട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിം, ആ ഒരു പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ദേവാലഹട്ടി എന്ന് പറഞ്ഞിട്ട്.
എനിക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ദേ ഗൈസ് അപ്പോൾ നേരം വെളുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ആഷിക്കിൻ്റെ കാറിൽ ഗേൾസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സാറിൻ്റെ കാറിലാണ് കുറച്ച് ബോയ്സും പിന്നെ നിങ്ങൾ കണ്ടില്ലേ ബാക്കിയുള്ള ഒരു ബൈക്കിലൊക്കെ ആയിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് ഗൈസ്, റോഡിലെ കുണ്ടും കുഴികളൊക്കെ കാരണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. എനിക്കറിയാം കാണുമ്പോൾ കുറച്ച് ശോകമായിരിക്കും ഈ ഷെയ്ക്ക് ആകുമ്പോൾ കാണാമെന്ന്, പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്, നമ്മുടെ റോഡൊക്കെ ഇങ്ങനെയായി പോയില്ലേ, അതാണ്. അങ്ങനെ ദേ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കുറച്ച് കടകൾ കണ്ടു ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ് ഗൈസ്. ദേ മഞ്ഞ് കാരണം നമ്മുടെ ഗ്ലാസ്സൊക്കെ കണ്ടോ, അപ്പം നമ്മളിങ്ങനെ ചുമ്മാ പേരൊക്കെ എഴുതി കളിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങനെ റെഡി ആവേ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മുടി പോലും മര്യാദയ്ക്ക് കെട്ടി വെച്ചിട്ടില്ല എന്ന് തോന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് കാണാനൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരാനും ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും കോലം കുറച്ച് എന്താ പറയുക ശോകമാണ്. കാരണം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുമല്ലോ, അത് ഉറക്കൊക്കെ ശരിയാവാണ്ട് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ ആരും ജഡ്ജ് ചെയ്യരുത്, ഓക്കെ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ട്രെയിൻ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ട്രെയിൻ കിട്ടുമോ ഇല്ലയോ, എപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇറങ്ങും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി ഫുൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ ചെടികളും മരങ്ങളും എല്ലാം കൂടി ആ പച്ചപ്പൊക്കെ കാണാനായിട്ട് കണ്ടില്ലേ. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഈ വീഡിയോ കാണുന്നവരെന്നല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്. ഒന്നാമത് നല്ല തണുപ്പുണ്ട് കേട്ടോ, രാവിലെ തന്നെയാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ആ ഒരു കോടയും എല്ലാം കൂടി രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ മടിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ കേട്ടോ പോകുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാവില്ല, എല്ലാവരും കൂടി കൊള്ളില്ല. അപ്പോൾ എനിക്കൊരു മൂന്നാർ വൈബൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഈ ഒരു തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ. നമ്മൾ മൂന്നാർ പോണ വഴിക്കൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ. കണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും തേയിലത്തോട്ടമൊക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ പിന്നെ പയ്യാണ് പോയത്, ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട്. നോക്ക് ഗൈസ്, ആ കോട നോക്ക്, ആ കോടയുടെയൊക്കെ മുകളിൽ ജസ്റ്റ് ഒരു ബിറ്റ് മാത്രമായിട്ട് ആ ഒരു മലയുടെ മുകൾ ഭാഗം മാത്രം കാണാൻ പറ്റുന്നുണ്ട്, ബാക്കി ഫുൾ കോടയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. എന്തായാലും എത്ര മനോഹരമാണല്ലേ നമ്മുടെ പ്രകൃതി എന്ന് പറയണത്. അടിപൊളി, രക്ഷയില്ല. അതേ അതിലും പിന്നിത്താണ് കേട്ടോ വന്നത്. നമ്മുടെ സ്ഥലം അങ്ങനെ എത്തി. നമ്മളപ്പോൾ ഇവിടെ കാറൊക്കെ ഇട്ടിട്ട് ചുമ്മാ കുറച്ച് നേരം ഇവിടെ എത്തി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതേ സജിനാണ് കേട്ടോ അത്, സജിൻ്റെ സൂപ്പി. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ മുകളിലേക്ക് പോയത്. കാരണം പിന്നെ ഇറങ്ങാൻ നേരത്ത് പിന്നെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫോട്ടോസായിരുന്നു. ഒന്നാമത് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോട്ടിൽ. നമ്മൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെ സ്വെറ്ററും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ്, കുറച്ച് പേർക്കൊന്നും തണുപ്പ് ഭയങ്കര ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ അത് ആഷിക്ക് ആരോ കൊണ്ടുവന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ. നമ്മളെവിടെ പോണു? ദേവാലഹട്ടി. അയ്യോ അടിപൊളി. നമ്മൾ വന്നിരിക്കുന്നത് ഊട്ടിയിലാണ് ഗൈസ്. Yes. നോക്കൂ, this is Ooty, mini Ooty. Yeah, this is mini Ooty guys. See the coda? ഗൈസ് ഇപ്പോൾ ബാക്കിൽ കാവുന്നവരെ വിളിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ ഒരാളുടെ പുറകിൽ കുറേ പേരിങ്ങനെ ഓടുന്ന. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടപ്പോൾ അതിലൊരു നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ആക്ച്വലി നമുക്ക് ഇനിയും കയറാനുണ്ട്, പക്ഷെ നമ്മൾ ഈ കയറുന്ന സമയത്ത് അവിടെ ഇവിടേക്ക് നിന്നിട്ട് ചുമ്മാ ചില്ല് ചെയ്ത് ഫണ്ണാക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ കയറുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. ഈ കോടയൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നും എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായി. ഗൈസ് അപ്പോൾ നമ്മുടെ കാലൊക്കെ നല്ലോണം തെന്നുന്നുണ്ട്. ഹലോ ഗായ്സ്, സാൻഡ്ര ഉണ്ട് ഇപ്പോൾ പോയത്. നോക്കൂ, നോക്കാൻ ജാട അതിലേ നോക്കതിലേ. ഗൈസ് അപ്പോൾ നമ്മൾ കയറി കുറച്ച് അണയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ കയറുന്നു. ഞാൻ ആ കൈ കാണിക്കുന്ന ആ ഒറ്റ വരെ നമുക്ക് കയറണം. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പാത കണ്ടു ഗൈസ്. ആ ദുർഘടമായ പാതയിലൂടെയാണ് ഗൈസ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മലയാളം ഗ്രാമറൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, രക്ഷയില്ല. അത്യാവശ്യം കയറ്റമുണ്ട് നമുക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കയറുന്ന സ്ഥലത്തും ഇടയ്ക്ക് നിന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കും. ഫുൾ കയറും
കുറച്ച് സ്ഥലത്ത് നിൽക്കും, വീണ്ടും ഞാൻ വീഡിയോ എടുക്കും. അതും എനിക്ക് കുറച്ച് പോരട്ടോ, ഞാൻ ഫുൾ കവർ ചെയ്ത രീതിയിലായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോഴേക്കും എൻ്റെ കൂടെ നടന്നവർ അപ്പുറത്ത് എത്തിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി നടന്ന് വന്ന ആൾക്കാരുടെ അപ്പം ഞാൻ വീണ്ടും നടക്കും, വീണ്ടും വീഡിയോ എടുക്കും. ഇതെന്നെ പണി. എനിക്ക് എത്ര വീഡിയോ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് മതിയാവുന്നില്ല ഗൈസ്. എനിക്ക് ഈ പ്രകൃതി എന്നൊക്കെ വെച്ചാൽ എന്നെ പ്രാന്താണ്. മല, പിന്നെ സ്കൈ, അതുപോലെ തന്നെ നേച്ചർ റിലേറ്റഡ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു എൻ്റെ പൊന്നോ സ്കൈ ഒക്കെ നോക്കുക ഗൈസ്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് തടാകമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. സൈഡിൽ വാട്ടർഫോൾസ് ഒക്കെ പോലെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല ദൂരേക്ക് കാണുമ്പോൾ. നോക്ക് ഗൈസ്, നമ്മൾ നടന്ന പാത. ഞാനാണെങ്കിൽ ഹീൽസൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്, കണ്ടില്ലേ? എൻ്റെ പൊന്നോ സർക്കസ് കാണിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. നിറച്ചും കല്ലും ഇതും. അതിൻ്റെ ഇടയിൽ കാല് സ്ലിപ്പ് ആവുന്നുണ്ട്, ഒന്നും പറയണ്ട. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡായിരുന്നു. പക്ഷേ രസമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ സ്കൈ കണ്ടില്ലേ? അയ്യോ രക്ഷയില്ല. അയ്യോ എന്ത് രസമാണ് ക്ലൗഡ്സൊക്കെ കാണാനായിട്ടല്ലേ. കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലിപ്സായിട്ടാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അധികം വലിയ വീഡിയോസായിട്ടൊന്നും എടുത്തില്ല. നമ്മൾ മുകളിൽ കയറി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിന്നെ താഴേക്ക് ഇറങ്ങി. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ കല്യാണത്തിന് പോകാൻ. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് പോയി നടക്കൂല. നമ്മൾ കല്യാണം കൂടാനല്ലേ വന്നത്. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ മിക്കവരും ആദ്യമായിട്ടാണ് ഈ ഒരു മലപ്പുറത്തൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന സ്ഥിതിക്ക് നമ്മൾ മലപ്പുറത്ത് കുറച്ചെങ്കിലും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ആ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ ഗൈസ് അതൊക്കെ കാണാണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയൊരു പെട്ടെന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ ഇവിടേക്ക് വന്നത്. പക്ഷെ ഒട്ടും നഷ്ടമായില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, അന്ന് സത്യം പറഞ്ഞാൽ പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഓടിയിട്ടൊക്കെയാണ് ഗൈസ് ഞാൻ തിരിച്ചിറങ്ങിയിട്ട് വരുന്നത്. കണ്ടില്ലേ സംഭവം കണ്ടല്ലോ, വേറെ ഒന്നുമല്ല, ഞാൻ വീഴാൻ പോയതാണ്. വീണില്ല, പക്ഷെ സ്ലിപ്പായി. വീണിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആയേനെ. ഇപ്പം എൻ്റെ ചിരി കേട്ടാരും പേടിക്കേണ്ട. എൻ്റെ പ്രിൻസ് ഒന്ന് ട്രോളി, ഇപ്പം ഞാൻ അത് കേട്ട് ചിരിച്ചതാണ്. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, താഴെ എത്താറായി. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിലുണ്ട്, അപ്പം ഞാൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ബാക്കിലുള്ളൂ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. കണ്ടോ വഴിയൊക്കെ കണ്ടോ നമ്മൾ വന്നത്? എങ്ങനെ ഞാൻ ലാസ്റ്റ് ആവാണ്ടിരിക്കും? ഞാൻ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഞാൻ കുറച്ച് സെൽഫി ഒറ്റയ്ക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നടന്നു വന്നഴിക്ക്. നോക്ക് ഗൈസ്, എന്ത് രസമല്ല പച്ചപ്പൊക്കെ കാണാനായിട്ട്. എൻ്റെ പൊന്നോ അടിപൊളിയാ, സ്കൈയും പച്ചപ്പും. എൻ്റെ പൊന്നോ രക്ഷയില്ല, എന്ത് ഭംഗിയാ. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഈ റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണേ. രാവിലെ തന്നെ വരണമെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും ആ ഒരു കോടയുടെ ഭംഗി ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു തണുത്ത ഫീലായിരിക്കും. അതുപോലെ തന്നെ ഈവനിങ് ടൈമിൽ ഇപ്പോൾ മഴച്ചാറ്റിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും, കോടയൊക്കെ നല്ലോണം ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഗേൾസ് മാത്രം ഫോട്ടോ എടുത്തില്ല. ഇപ്പം ഞാനും സാറിൻ്റെയൊക്കെ ഇതേ പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ടയേർഡായി, കാരണം നമ്മൾ കുറച്ച് കയറ്റം ഇറക്കൊക്കെ കയറിയത് ഇറങ്ങിയതൊക്കെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഇത് നമ്മൾ പോയ വഴിയല്ല കേട്ടോ നമ്മൾ തിരിച്ചു വന്നത്, ഇത് വേറെ വഴിയാണ്. പക്ഷേ ഈ രണ്ട് വഴിയിലാണെങ്കിൽ കണ്ടില്ലേ ഫുൾ പച്ചപ്പും ഹരിതാപം. ഏത് സിനിമയിൽ പറയണ പോലെ അതാണ്. എവിടെ നോക്കിയാലും നമുക്ക് കുറേ മരങ്ങളും അതുപോലെ തന്നെ മലകളും ചെടികളും പിന്നെ ആ ക്ലൗഡ്സൊക്കെ കണ്ടോ, രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കാറിലേക്ക് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോകാനായിട്ട് ആഹാ എന്താ രസം. പിന്നെ വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഗൈസ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെയിൽ അശാൻ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടായി തുടങ്ങും. പക്ഷെ കാറ്റ് ഇപ്പം ഇങ്ങനെ കാറിലിങ്ങനെ പോകുന്നുണ്ട്, നല്ല രസമുണ്ട്. നല്ല വൈബായിട്ട് നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം കുളിച്ച് അണിഞ്ഞൊരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ജസ്റ്റിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി പോകാനായിട്ട്. ഏകദേശം എന്തായാലും രാവിലെ തന്നെ ഇറങ്ങിയെങ്കിൽ ഉറക്കൊക്കെ പോയെങ്കിൽ ഒരു അടിപൊളി മെമ്മറബിൾ ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഇട്ടാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതൊരു മെമ്മറബിൾ ട്രിപ്പ് ആക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.